നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 4 പേരെ കൂടി DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതോടെ ആകെ മരണം 17 സ്ഥിരീകരിച്ചു. ശരീരഭാഗങ്ങൾ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ ബന്ധുക്കളുമായി യോഗം ചേർന്നു. ഇതിനെ തുടർന്ന് തെക്കുംകര സ്വദേശി സുരേഷിന്റെ സംസ്കാരം നടത്തി. ശേഷിക്കുന്ന മൃതദേഹ ഭാഗങ്ങൾ കൂടി നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി. ചേലക്കരയിൽ യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. സഹോദരൻ അൻവറിനെയും സുഹൃത്ത് അനീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ തലക്കേറ്റ പരിക്കാണ് അൻസാറിന്റെ മരണത്തിന് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. സ്റ്റെയർകേഴ്സിന് താഴെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. കടങ്ങോട് പഞ്ചായത്തിലെ ചെർമനങ്ങാട് പ്രവർത്തിക്കുന്ന പടക്ക സംഭരണശാലയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വാർഡ് മെമ്പർ സൈബുന്നിസ ഷറഫുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലും തഹസിൽദാർക്കും പരാതി നൽകിയതിനെ തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനവാസ മേഖലയിലെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അപ്രഖ്യാപിത പവർ കട്ടിൽ പ്രതിഷേധം. എരുമപ്പെട്ടി KICB കുണ്ടന്നൂർ ഡിവിഷൻ ഓഫീസ് ജനങ്ങൾ ഉപരോധിച്ചു. തിങ്കളാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തതോടെ സമരം ചൊവ്വാഴ്ച പുലർച്ചെ 4 മണി വരെ നീണ്ടു. കനത്ത ചൂടിനിടെ വൈദ്യുതി മുടങ്ങുന്നത് സഹിക്കാനാവില്ലെന്നും ഉദ്യോഗസ്ഥർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു.